ഹായ് ഓൾ, വെൽക്കം ബാക്ക് ടു കരിയർ വെയിൻ അപ്ഡേറ്റ്സ്. ടീച്ചിങ് പ്രൊഫഷൻ ആഗ്രഹിക്കുന്ന ഉദ്യോഗാർത്ഥികൾക്ക് കേരള സംസ്ഥാനത്തെ സ്കൂളുകളിൽ ഇനി മുതൽ അധ്യാപകരാകുവാൻ ആവശ്യമായിട്ടുള്ള ക്വാളിഫിക്കേഷനുമായി ബന്ധപ്പെട്ട് വിദ്യാർത്ഥികൾ ശ്രദ്ധിക്കേണ്ട പ്രധാനപ്പെട്ട ചില അപ്ഡേറ്റ്സുകളാണ് ഈ വീഡിയോയിൽ ഉണർത്തുവാൻ ആഗ്രഹിക്കുന്നത്. അതായത് LP മുതൽ +2 വരെ ടീച്ചറാകുവാൻ ആവശ്യമായിട്ടുള്ള നിലവിലത്തെ യോഗ്യതയിൽ നിന്ന് ചില മാറ്റങ്ങൾ നമ്മുടെ ഉന്നത വിദ്യാഭ്യാസ വകുപ്പ് കൊണ്ടുവരികയാണ്. അപ്പോൾ ഇതുമായി ബന്ധപ്പെട്ട് നിലവിൽ വിവിധ കോഴ്സുകൾ പഠിച്ചുകൊണ്ടിരിക്കുന്ന, അതായത് ഡിഗ്രി PG കോഴ്സുകൾ പഠിച്ചുകൊണ്ടിരിക്കുന്ന ടീച്ചിങ് മേഖലയിലോട്ട് പ്രൊഫഷൻ ആഗ്രഹിക്കുന്ന എല്ലാ വിദ്യാർത്ഥികളും ഈ വീഡിയോ ആദ്യം മുതൽ അവസാനം വരെ ശ്രദ്ധയോടുകൂടെ കാണുവാൻ വേണ്ടി ഓർമ്മപ്പെടുത്തുകയാണ്. കാരണം നമ്മുടെ ഉന്നത വിദ്യാഭ്യാസ വകുപ്പ് എഡ്യൂക്കേഷൻ മേഖലയിൽ ഒരുപാട് മാറ്റങ്ങൾ കൊണ്ടുവരികയാണ്. അതിൻ്റെ ഭാഗമായിട്ട് ടീച്ചിങ് മേഖലയിലും, അതായത് ടീച്ചിങ് പ്രൊഫഷനുമായി ബന്ധപ്പെട്ടും ഒരുപാട് മാറ്റങ്ങൾ വരികയാണ്. അപ്പോൾ അതുമായി ബന്ധപ്പെട്ടുള്ള ഡീറ്റെയിൽഡ് ഇൻഫർമേഷൻ ഈ വീഡിയോയിൽ നിങ്ങളുമായി പങ്കുവെക്കാൻ ആഗ്രഹിക്കുന്നത്. വിശദമായ വീഡിയോയിൽ പോകുന്നതിന് മുമ്പ് എഡ്യൂക്കേഷൻ, അഡ്മിഷൻ തുടങ്ങിയ പ്രധാനപ്പെട്ട അപ്ഡേറ്റുകൾക്ക് ഈ ചാനൽ നിങ്ങൾ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുവാനും ബെല്ലൈക്കൻ എനാബിൾ ചെയ്ത് വെക്കുവാനും ആമുഖമായിട്ട് ഓർമ്മപ്പെടുത്തുക. അപ്പോൾ പ്രധാനമായിട്ടും പറയുവാനുള്ളത്, കഴിഞ്ഞ വീഡിയോയിലൊക്കെ പറഞ്ഞതുപോലെ നമ്മുടെ എഡ്യൂക്കേഷൻ മേഖലയിൽ ഒരുപാട് മാറ്റങ്ങൾ കൊണ്ടുവരികയാണ്. അതായത് 2030 എഡ്യൂക്കേഷൻ ന്യൂ പോളിസി പ്രകാരം ഒരുപാട് മാറ്റങ്ങൾ, അതിൽ ചില മാറ്റങ്ങൾക്ക് കഴിഞ്ഞ വീഡിയോയിൽ കൃത്യമായി വിദ്യാർത്ഥികളുമായി പങ്കുവച്ചിരുന്നു. അതായത് നിലവിലത്തെ സാഹചര്യത്തിൽ +2 ശേഷം 4 വർഷത്തെ ഡിഗ്രി, അതായത് സാധാരണഗതിയിൽ 3 വർഷത്തെ ഡിഗ്രി എന്നുള്ളത് 4 വർഷത്തെ ഡിഗ്രിയാക്കി മാറ്റുകയാണ്. അപ്പോൾ അതുമായി ബന്ധപ്പെട്ടുള്ള ഒരുപാട് കാര്യങ്ങളൊക്കെ കഴിഞ്ഞ വീഡിയോയിൽ ചെയ്തിരുന്നു. കൂടാതെ B.Ed ഉൾപ്പെടെയുള്ള കോഴ്സുകൾ 4 വർഷത്തെ B.Ed, അതായത് ഇൻ്റഗ്രേറ്റഡ്, അതായത് +2 ശേഷം ഡയറക്റ്റ് ആയിട്ടുള്ള 4 വർഷത്തെ ഇൻ്റഗ്രേറ്റഡ് B.Ed, ഇങ്ങനെയുള്ള ഒരുപാട് മാറ്റങ്ങൾ നേരത്തെ ചർച്ച ചെയ്തിരുന്നു. ഇതുമായി ബന്ധപ്പെട്ട് നേരത്തെ 2030 ആയിരുന്നു ഈ മാറ്റങ്ങൾ നിർബന്ധമായിട്ടും ഓരോ സംസ്ഥാനത്തും കൊണ്ടുവരേണ്ടത്. എന്നാൽ കേരളത്തിൽ ഉടൻ തന്നെ ഈ മാറ്റങ്ങൾ കൊണ്ടുവരാൻ നമ്മുടെ ഉന്നത വിദ്യാഭ്യാസ വകുപ്പ് ശ്രമം നടത്തുകയാണ്. ഇതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ നേരത്തെ വീഡിയോ ചെയ്തിരുന്നു. അപ്പോൾ അത് ഈ കൂടുതലായിട്ടുള്ള ഇൻഫർമേഷൻ അത് കാണാത്തവർ കഴിഞ്ഞ വീഡിയോ ജസ്റ്റ് പൊതുവിദ്യാഭ്യാസ മേഖലയിൽ മാറ്റങ്ങൾ എന്നുള്ള ആ വീഡിയോ കാണുവാൻ വേണ്ടി ഓർമ്മപ്പെടുത്തുക. അപ്പോൾ ഈ ഒരു വീഡിയോയിൽ പ്രധാനമായിട്ടും പറയുവാനുള്ളത് ടീച്ചിങ് മേഖലയിലോട്ട്, അത് ടീച്ചിങ് പ്രൊഫഷൻ ആഗ്രഹിക്കുന്ന ഉദ്യോഗാർത്ഥികളെ സംബന്ധിച്ചിടത്തോളം വരാൻ പോകുന്ന മാറ്റങ്ങളെക്കുറിച്ചാണ്. അതായത് ഞാൻ LP മുതൽ ഹയർ സെക്കൻഡറി വരെയുള്ള കാര്യങ്ങൾ കൃത്യമായിട്ട് പറയാം. അപ്പോൾ ആമുഖമായിട്ട് പറയാനുള്ളത്, നമ്മുടെ വിദ്യാഭ്യാസ വകുപ്പ്, കേരള സംസ്ഥാനത്തെ ഉന്നത വിദ്യാഭ്യാസ വകുപ്പ് കഴിഞ്ഞ ദിവസം കൂടിയ പ്രധാനപ്പെട്ട യോഗത്തിൻ്റെ തീരുമാനപ്രകാരം നമ്മുടെ സംസ്ഥാനത്തും, അതായത് ഹൈസ്കൂൾ മുതൽ ഹയർ സെക്കൻഡറി വരെ, അത് 8ാം ക്ലാസ് മുതൽ +2 വരെ ഒരൊറ്റൊരു സ്റ്റേജാക്കി മാറ്റുകയാണ്. അപ്പോൾ നിലവിലത്തെ സാഹചര്യത്തിൽ ഹൈസ്കൂൾ സെപ്പറേറ്റ്, ആഫ്റ്റർ ഹൈസ്കൂൾ ഹയർ സെക്കൻഡറി, ഈ ഒരു സിസ്റ്റമായിരുന്നു. ഈ ഒരു സിസ്റ്റം മാറി 8 മുതൽ +2 വരെ ഒരൊറ്റൊരു അതായത് ഒരു ഡിപ്പാർട്ട്മെൻറ്റിന് കീഴിലായിട്ട് മാറ്റാൻ പോവുകയാണ്. ഇതുമായി ബന്ധപ്പെട്ട് പെട്ടെന്ന് തന്നെ മാറ്റങ്ങൾ വരുന്നതായിരിക്കും. അപ്പോൾ അങ്ങനെ ആകുമ്പോൾ 8ാം ക്ലാസ് മുതൽ +2 വരെ പഠിപ്പിക്കുവാൻ ആവശ്യമായിട്ടുള്ള ടീച്ചേഴ്സിൻ്റെ യോഗ്യതയായിട്ട് ശ്രദ്ധിക്കുക, ഡിഗ്രിയുടെ കൂടെ PG നിർബന്ധമായിട്ടും ഉണ്ടായിരിക്കണം. അതായത് നിലവിലത്തെ ഇപ്പോഴത്തെ സാഹചര്യത്തിൽ ഒരു ഹൈസ്കൂൾ ടീച്ചർ ആവണമെങ്കിൽ ഡിഗ്രി +B.Ed ഇതായിരുന്നു. എന്നാൽ ഹയർ സെക്കൻഡറി ടീച്ചർ ആവണമെങ്കിൽ ഡിഗ്രി PG B.Ed, ഈ ഒരു കാറ്റഗറിയാണ്. എന്നാൽ ഇത് പൂർണ്ണമായിട്ട് മാറാൻ പോവുകയാണ്. അതായത് ഇനി 8ാം ക്ലാസ് മുതൽ ഹയർ സെക്കൻഡറി വരെ പഠിപ്പിക്കുവാൻ ആവശ്യമായിട്ടുള്ള ക്വാളിഫിക്കേഷനായിട്ട്, ടീച്ചിങ് ക്വാളിഫിക്കേഷനായിട്ട് നിർബന്ധമായിട്ടും ഡിഗ്രിയുടെ കൂടെ PGയും B.Edഉം ഉണ്ടായിരിക്കണം. ഈ ഒരു മാറ്റമാണ് ഇനി അങ്ങോട്ട് വരാൻ പോകുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ നിലവിൽ ഡിഗ്രി പഠിക്കുന്ന വിദ്യാർത്ഥികളാണെങ്കിൽ അത്തരത്തിലുള്ള വിദ്യാർത്ഥികളെ സംബന്ധിച്ചിടത്തോളം തീർച്ചയായിട്ടും PG കൂടി നിങ്ങൾ പഠിക്കുക. കാരണം ഹൈസ്കൂൾ തലങ്ങളിൽ അധ്യാപകരാകുവാൻ നിർബന്ധമായിട്ട് ഇനി അങ്ങോട്ട് PG നിർബന്ധമാണ്. അതുകൊണ്ട് ഡിഗ്രിയും PGയും B.Edഉം പഠിച്ചാൽ മാത്രമാണ് നിങ്ങൾക്ക് ഹയർ സെക്കൻഡറി തലങ്ങളിലും ഹൈസ്കൂൾ തലങ്ങളിലും അധ്യാപകരാകുവാൻ സാധിക്കുള്ളൂ. ഇനി നേരെ ഈ B.Ed പഠിച്ചു കഴിഞ്ഞാൽ ഡയറക്റ്റ് ടീച്ചറാവാൻ സാധിക്കില്ല. നിങ്ങൾക്കൊക്കെ അറിയാവുന്ന കാര്യം തന്നെയാണ്. അതായത് നമ്മൾ ഈ B.Edൻ്റെ കൂടെ നിർബന്ധമായിട്ടും സെറ്റ് നിങ്ങൾക്ക് ഉണ്ടായിരിക്കണം. അതായത് സെറ്റ് അല്ലെങ്കിൽ ഹൈസ്കൂൾ ആണെങ്കിൽ KTET 3 നിങ്ങൾ ക്വാളിഫൈഡ് ആയിരിക്കണം. ഇതാണ് പ്രധാനപ്പെട്ട ഹൈസ്കൂൾ ടു ഹയർ സെക്കൻഡറി വരെയുള്ള ഒരു മാറ്റം. ഇനി രണ്ടാമതായിട്ട് പറയാനുള്ളത് UP തലങ്ങളിലാണ്. അതായത് 5ാം ക്ലാസ് മുതൽ 7ാം ക്ലാസ് വരെ അധ്യാപകരാകുവാൻ നിലവിലത്തെ സാഹചര്യത്തിൽ ജസ്റ്റ് +2 കഴിഞ്ഞാൽ TTC +2 DLED എന്നുള്ള ഒരു ക്വാളിഫിക്കേഷൻ മാത്രമായിരുന്നു. എന്നാൽ ഇനി അങ്ങോട്ട് 5ാം ക്ലാസ് മുതൽ 7ാം ക്ലാസ് വരെ ടീച്ചറാകുവാൻ നിർബന്ധമായിട്ടും മിനിമം യോഗ്യത
+2 ശേഷം ഡിഗ്രി പ്ലസ് BEd എന്നുള്ള ഒരു നിയമം വരാൻ പോവുകയാണ്. ശ്രദ്ധിക്കുക, അതായത് ഡിഗ്രി പ്ലസ് BEd ഉണ്ടെങ്കിൽ UP തലങ്ങളിലും ഡിഗ്രി പ്ലസ് PG പ്ലസ് BEd ഉണ്ടെങ്കിൽ മാത്രമാണ് ഹൈസ്കൂളും ഹയർ സെക്കൻഡറിയും നമുക്ക് പഠിപ്പിക്കാൻ സാധിക്കുക. ഇനി കൂടാതെ LP തലം, അതായത് 1ാം ക്ലാസ് മുതൽ 5ാം ക്ലാസ് വരെ നിലവിലത്തെ ക്വാളിഫിക്കേഷൻ +2 പ്ലസ് DLED ആണ്. അപ്പോൾ ഈ ഒരു സിസ്റ്റം നിലവിലത്തെ സാഹചര്യത്തിൽ 2030 വരെ വിദ്യാർത്ഥികൾക്ക് ഈ TTC കോഴ്സും അതേപോലെ തന്നെ ഈ കേട്ടിട്ടുമുണ്ടെങ്കിൽ 1 മുതൽ 4 വരെ LP തലങ്ങളിൽ പഠിപ്പിക്കാനുള്ള യോഗ്യതയായിട്ട് കണക്കാക്കുന്നുണ്ട്. എന്നാൽ 2030 LPയിലും അത് ഡിഗ്രി എന്ന് പറയുന്ന കോഴ്സ് ഇതിൻ്റെ ഭാഗമായിട്ട് നിർബന്ധമായിട്ട് വരുന്നതായിരിക്കും. അപ്പോൾ പുതിയ എഡ്യൂക്കേഷൻ പ്രകാരം DLEDൻ്റെ പ്രാധാന്യമൊക്കെ എങ്ങനെയായിരിക്കും എന്നൊക്കെ ഒരുപാട് സംശയങ്ങൾ കഴിഞ്ഞ വീഡിയോയിലൊക്കെ ചോദിച്ചിരുന്നു. അതുമായി ബന്ധപ്പെട്ട് പറയുന്നത് 2030 നിർബന്ധമായിട്ടും ഈ ഒരു മാറ്റം വരാൻ പോവുക. അപ്പോൾ അതുവരെ വിദ്യാർത്ഥികളെ സംബന്ധിച്ചിടത്തോളം ഈ ഒരു DLED കോഴ്സ് തന്നെയായിരിക്കും LP തലങ്ങളിൽ വരിക. എന്തായാലും ഇനി അങ്ങോട്ട് DLEDൻ്റെ പ്രാധാന്യം കുറയുന്ന സാഹചര്യത്തിൽ മുഴുവൻ ഉദ്യോഗാർത്ഥികൾക്കും വേണ്ട പ്രധാനപ്പെട്ട ക്വാളിഫിക്കേഷൻ BEd തന്നെയാണ്. മാത്രമല്ല ബാച്ചലർ ഓഫ് എഡ്യൂക്കേഷൻ, അത് ശ്രദ്ധിക്കേണ്ട കാര്യം, BEd എന്ന് പറയുന്നൊരു കോഴ്സ് കൊണ്ട് നമ്മൾ ഏത് രാജ്യത്ത് പോയാലും, നമ്മുടെ ഇന്ത്യ രാജ്യം വിട്ട് നമ്മൾ പുറമേ രാജ്യത്ത് പോയി കഴിഞ്ഞാലും നമ്മുടെ ഒരു ടീച്ചിങ്ങിൻ്റെ ഒരു മിനിമം ക്വാളിഫിക്കേഷൻ എല്ലാ സ്ഥലത്തും BEd തന്നെയാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ പരമാവധി ടീച്ചിങ് പ്രൊഫഷൻ ആഗ്രഹിക്കുന്നവരാണെങ്കിൽ കൃത്യമായിട്ട് നിങ്ങൾ ഡിഗ്രിക്ക് ശേഷം PG എടുത്ത് നിങ്ങൾ BEd എന്നുള്ള ആ ഒരു കാറ്റഗറിയിലേക്കാണ് പോകേണ്ടത്. അപ്പോൾ ഇൻ്റഗ്രേറ്റഡ് കോഴ്സ് ഇനി ഉടൻ തന്നെ കേരളത്തിൽ വരാൻ പോവുകയാണ്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഇനി വരുന്ന വിദ്യാർത്ഥികളെ സംബന്ധിച്ചിടത്തോളം ഡിഗ്രി കഴിഞ്ഞിട്ട് BEd പോകുന്നതിനുപരി നിങ്ങൾക്ക് ഇൻ്റഗ്രേറ്റഡ് BEd എടുക്കുവാൻ സാധിക്കുന്നതാണ്. അപ്പോൾ അങ്ങനെ ആകുമ്പോൾ അതുമായി ബന്ധപ്പെട്ട പ്രധാനപ്പെട്ട സംശയങ്ങളൊക്കെ വിദ്യാർത്ഥികൾക്ക്. അപ്പോൾ എന്തായാലും നമ്മുടെ വിദ്യാഭ്യാസ വകുപ്പിൻ്റെ ഭാഗമായിട്ട് കൃത്യമായിട്ടുള്ള അപ്ഡേറ്റുകൾ നിങ്ങൾക്ക് വരുന്നതായിരിക്കും. അപ്പോൾ നിലവിൽ ഡിഗ്രി കഴിഞ്ഞ് BEd എടുത്ത വിദ്യാർത്ഥികളുണ്ടെങ്കിൽ ടീച്ചിങ് പ്രൊഫഷനിലേക്ക് പ്രവേശിക്കാത്തവരാണെങ്കിൽ നിർബന്ധമായിട്ട് നിങ്ങൾ PG എന്ന് പറയുന്ന കോഴ്സ് നിങ്ങൾ ചെയ്യുക. അതേപോലെ തന്നെ നിലവിൽ TTC പ്ലസ് ഈ കേട്ടറ്റ് ക്വാളിഫൈഡ് ആയിട്ടുള്ള ഉദ്യോഗാർത്ഥികളാണെങ്കിൽ അവരും തീർച്ചയായിട്ടും ഡിഗ്രി കോഴ്സ് നിർബന്ധമായിട്ടും ഇതിൻ്റെ കൂടെ ചെയ്യുക. കാരണം നമ്മുടെ പുതിയ എഡ്യൂക്കേഷൻ സിസ്റ്റം വന്നു കഴിഞ്ഞാൽ എല്ലാവർക്കും മിനിമം ഡിഗ്രിയും PGയും നിർബന്ധമാക്കും. അതുകൊണ്ട് എല്ലാ വിദ്യാർത്ഥികളും ഇപ്പോൾ തന്നെ, കാരണം അതുമായി ബന്ധപ്പെട്ട് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന, ഇപ്പോൾ നിലവിൽ ജോലി ചെയ്യുന്നവരാണെങ്കിൽ അല്ലെങ്കിൽ നിലവിൽ മറ്റു ഏതെങ്കിലും പ്രശ്നമുള്ളവരാണെങ്കിൽ അവർക്കൊക്കെ എടുക്കാൻ പറ്റുന്ന പ്രധാനപ്പെട്ട ഡിസ്റ്റൻസ് കോഴ്സുകൾ നമ്മുടെ കേരളത്തിൽ തന്നെ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അതുമായി ബന്ധപ്പെട്ട് ശ്രീനാരായണ ഗുരു ഓപ്പൺ യൂണിവേഴ്സിറ്റിയുടെ കീഴിൽ വിവിധ കോഴ്സുകൾ യൂണിവേഴ്സിറ്റി പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. താരതമ്യേന ഫീസൊക്കെ വളരെ കുറഞ്ഞ രീതിയിൽ നിങ്ങൾക്ക് നിങ്ങളുടെ അടുത്ത് തന്നെ ഒരുപാട്, അതായത് ഈ ശ്രീനാരായണ ഗുരു ഓപ്പൺ യൂണിവേഴ്സിറ്റിയുടെ കീഴിൽ ഒരുപാട് സെൻറ്ററുകൾ, റീജിയൻ സെൻറ്ററുകൾ അവൈലബിൾ ആണ്. അപ്പോൾ നിങ്ങൾക്ക് ഏറ്റവും അടുത്തുള്ള സെൻറ്ററിൽ നോക്കിയിട്ട് നിങ്ങൾക്ക് കോഴ്സ് ചെയ്യാൻ സാധിക്കും. അപ്പോൾ നിലവിലത്തെ സാഹചര്യത്തിൽ ഏറ്റവും കൂടുതൽ പ്രാധാന്യമുള്ള ഒരു ഓപ്പൺ യൂണിവേഴ്സിറ്റി ഏതാണെന്ന് ചോദിച്ചാൽ ഈ ശ്രീനാരായണ ഗുരു ഓപ്പൺ യൂണിവേഴ്സിറ്റി തന്നെയാണ് നമുക്ക് പറയാൻ പറ്റും. അതുകൊണ്ട് തന്നെ നിങ്ങൾ ഡിഗ്രി എടുക്കാത്തവരാണെങ്കിൽ ഡിസ്റ്റൻസ് ആയിട്ട് നിങ്ങൾക്ക് ഈ പറയുന്ന ഡിഗ്രി അതേപോലെ തന്നെ PG ഒക്കെ നിങ്ങൾക്ക് ചെയ്യുവാൻ സാധിക്കുന്നതാണ്. അതിൻ്റെ ഈ വാല്യുവായിട്ട് ബന്ധപ്പെട്ട യാതൊരു നിങ്ങൾക്ക് പിന്നീട് ഫ്യൂച്ചറിൽ ഒരു പ്രശ്നം ഉണ്ടായിരിക്കുന്നില്ല. അപ്പോൾ അതുകൊണ്ട് ടീച്ചിങ് പ്രൊഫഷനോട് ആഗ്രഹിക്കുന്ന ഉദ്യോഗാർത്ഥികൾക്കും നിർബന്ധമായിട്ടും ഇനി ഇങ്ങോട്ട് നിങ്ങൾ ഡിഗ്രിയും PGയും BEdും നിങ്ങൾക്കുണ്ടായിരിക്കുക. അതേപോലെ തന്നെ ഫ്യൂച്ചറിൽ വരാൻ പോകുന്ന മാറ്റങ്ങൾ ഇൻ്റഗ്രേറ്റഡ് BEd ആണ്. അപ്പോൾ ഇൻ്റഗ്രേറ്റഡ് BEd എന്ന് പറയുമ്പോൾ അത് ഡിഗ്രിക്കും PGക്കും അതേപോലെ തന്നെ BEdനും തുല്യമായിട്ട് വരാനാണ് സാധ്യത. അപ്പോൾ എന്തായാലും അതിനുശേഷം അതുമായി ബന്ധപ്പെട്ട അപ്ഡേറ്റ് വരുമ്പോൾ നമുക്ക് തീർച്ചയായിട്ടും ചർച്ച ചെയ്യാം. അപ്പോൾ ഈ ഒരു കാര്യം നിലവിൽ എല്ലാവരും മനസ്സിലാക്കി വെക്കുക. അപ്പോൾ പുതിയൊരു എഡ്യൂക്കേഷൻ്റെ മാറ്റം അതിനങ്ങോട്ട് എല്ലാ മേഖലകളിലും വരാൻ പോവുകയാണ്. അപ്പോൾ എന്തായാലും പുതിയ മാറ്റങ്ങൾക്കനുസരിച്ച് എല്ലാവരും കൃത്യമായിട്ട് നന്നായിട്ട് എത്രത്തോളം നമുക്ക് കോഴ്സുകൾ നമുക്ക് നേടിയെടുക്കാൻ പറ്റും. കാരണം നിലവിൽ സാധ്യത ഏറ്റവും ടൈറ്റായിട്ടുള്ള ഒരു പ്രൊഫഷനായിട്ട് മാറാൻ പോവുകയാണ് ഒരു ടീച്ചർ മേഖല, ടീച്ചിങ് പ്രൊഫഷൻ. അതുകൊണ്ട് തന്നെ ആസ് എ ടീച്ചർ എന്ന രീതിയിൽ നമ്മളെ സംബന്ധിച്ചിടത്തോളം എത്രത്തോളം നമുക്ക് എഡ്യൂക്കേഷൻ, എത്രത്തോളം നമുക്ക് ക്വാളിഫിക്കേഷൻ നമുക്ക് നേടാൻ സാധിക്കുമോ ആ ടീച്ചറാണ് ഇനി സമൂഹത്തിൽ ഏറ്റവും ഉന്നതരായിട്ടുള്ള ഒരു ടീച്ചറായിട്ട് മാറുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങൾ കേവലം ജസ്റ്റ് ഒരു ഡിഗ്രിയോ BEdോ മാത്രം ആശ്രയിക്കാതെ PGയും നിങ്ങൾക്ക് തുറന്ന് നിങ്ങൾക്ക് PGക്ക് ശേഷം നിങ്ങൾക്ക് PhD ഉൾപ്പെടെയുള്ള പ്രധാനപ്പെട്ട കോഴ്സുകൾ പൂർത്തീകരിക്കാൻ സാധിക്കുന്നതാണ്. അപ്പോൾ ഇതൊക്കെ പരമാവധി നമ്മൾ ക്വാളിഫിക്കേഷൻ ഉണ്ടാക്കി ഇനിയുള്ള സമൂഹത്തിലെ വിദ്യാർത്ഥികൾക്ക് മുമ്പിൽ ഏറ്റവും കൂടുതൽ നോളജുള്ള ഒരു അധ്യാപകനായി സമൂഹത്തിനും നാടിനും നമ്മുടെ കുടുംബത്തിനൊക്കെ എല്ലാവർക്കും വേണ്ടപ്പെട്ട ഒരു മേഖലയിലേക്ക് മികച്ചൊരു അധ്യാപകരാവുക എന്നതാണ് നമ്മുടെയൊക്കെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു നേട്ടം. അപ്പോൾ അതുകൊണ്ട് അത്തരത്തിലൊരു നല്ലൊരു മികച്ച അധ്യാപകരാകുവാൻ നിങ്ങൾക്കൊക്കെ സാധിക്കട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് ആശംസിച്ചുകൊണ്ട് ഇതുമായി ബന്ധപ്പെട്ട സംശയങ്ങളുണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ബോക്സ് ചോദിക്കുക. പരമാവധി നിങ്ങളെ ഹെൽപ്പ് ചെയ്തുകൊണ്ട് ഒരു വീഡിയോ ചെയ്യാൻ ശ്രമിക്കുന്നതായിരിക്കും. അപ്പോൾ ഇതുമായി ബന്ധപ്പെട്ടുള്ള തുറന്നുള്ള അപ്ഡേറ്റുകൾ ചാനൽ നിങ്ങൾ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്ത് വെക്കാനും ബെല്ലൈക്കൻ എനാബിൾ ചെയ്ത് വെക്കാനും ഉറപ്പെടുത്തിക്കൊണ്ട് പുതിയൊരു അപ്ഡേറ്റുമായി നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം. അതുവരേക്കും തൽക്കാലം ഇറ്റ്സ് മീ സവാദ് അരിച്ചേരി. താങ്ക് യു ഫോർ വാച്ചിങ് ദിസ് വീഡിയോ.